എന്നുള്ളതിനെ കുറിച്ച്. പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ ഈ പ്രോഡക്ട്സിന്റെ മുകളിലൊക്കെ ഓഫറിന്റെ താഴത്തൊരു സ്റ്റാർ കണ്ടിട്ടുണ്ടോ? ഈ സ്റ്റാറിന്റെ ഒരു കണ്ടിന്യൂഷൻ നമ്മൾ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവും കണ്ടീഷൻ സപ്ലൈ. അതേപോലെ ഒരു കണ്ടീഷൻ സപ്ലൈ ഇവിടെയുണ്ട്. അതായത് നിങ്ങൾ കുറെ കാലങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വിശ്വാസം, ആ വിശ്വാസത്തെ തെളിവ് സഹിതം അതല്ല എന്ന് ഞാൻ കാണിച്ചാൽ ആ വിശ്വാസം മാറ്റാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കൊരു ഉത്തരം കിട്ടുകയുള്ളൂ. കേറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ എൻ്റെ പേര് ഷമീർ എന്നാണ്. ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കേറിപ്പോരിൻ ചെങ്ങായിമാരെ ദൈവത്തെ അറിയാൻ എന്നാണ് എനിക്കും പറയാനുള്ളത്. ഇദ്ദേഹം പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. വളരെ നിഷ്പക്ഷമായി കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷനൊന്നും ഞാൻ ചെയ്യുന്നില്ല, കാരണം അദ്ദേഹം തന്നെ ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒന്നാമതായി അദ്ദേഹം ഉന്നയിക്കുന്ന വാദങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും ദൈവം ഉണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ ആര് എന്ന് നമുക്കൊരു കൺക്ലൂഷനിലെത്താൻ കഴിയും. അപ്പോൾ നിഷ്പക്ഷമായി വീഡിയോ കാണാം. അപ്പോൾ കേറിപ്പോരിൻ ചെങ്ങായിമാരെ ദൈവത്തെ അറിയാൻ. അതായത് ബിഗ് ബാങ്ങിൽ വിശ്വസിക്കാതെ ദൈവം ഭൂമി ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ ഒരു ഉണ്ടാവുകയും മനുഷ്യരുണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ ആദമും ഹവ്വയും ജനിക്കുകയും ആ ആദമും ഹവ്വയും വിലക്കപ്പെട്ട കനി മോഷ്ടിക്കുകയും ആ കനി കഴിക്കുകയും അത് തൊണ്ടയിൽ കുടുങ്ങി ആണുങ്ങളുടെ ഇവിടെ ഒരു ഉണ്ടാവുകയും സ്ത്രീകളുടെ അത് അകത്തേക്ക് പോയതോടുകൂടി മെൻസ്ട്രേഷൻ സംഭവിക്കുകയും ചെയ്തു എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരുടെ വിശ്വാസപ്രകാരമാണ് ഭൂമി ഉണ്ടായത് എങ്കിൽ ദൈവം അനുഗ്രഹിച്ചത് എങ്ങനെയായിരിക്കും എന്നറിയാം. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. ബിഗ് ബാങ്കിൽ വിശ്വസിക്കാത്തവർ എന്നാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. ഞാൻ അതിലേക്ക് വരാം. അത് അദ്ദേഹം അടുത്തതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് മറുപടി ഞാൻ പറയാം. ഇപ്പം ഇദ്ദേഹം പറഞ്ഞു വെച്ച കാര്യം, അതായത് ദൈവം ഇങ്ങനെ ആദമിനെയും അവ്വയെയും സൃഷ്ടിച്ചു, എന്നിട്ട് ഒരു തോട്ടത്തിലാക്കി, അങ്ങനെ അവർ ഒരു കനിയെടുത്ത് മോഷ്ടിച്ചു ഭക്ഷിച്ചു. അങ്ങനെ അവരുടെ തൊണ്ടയിൽ കുടുങ്ങി. അങ്ങനെയാണ് ഈ തൊണ്ട അങ്ങനെ വീങ്ങി നിൽക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടേത് വയറ്റിലേക്ക് ഇറങ്ങി. അങ്ങനെയാണ് മെൻസസ് ഒക്കെ ആ ഒരു ഇത് ഉണ്ടായത് എന്ന്. ഇത് എവിടുന്ന് അദ്ദേഹം കേട്ടതാണ് എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ബൈബിളിൽ അങ്ങനെ ഉണ്ടാവാം, ചിലപ്പം എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. ബൈബിളിൽ അങ്ങനെ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തോ ആയിക്കോട്ടെ, ഞാൻ വായിച്ചിടത്തോടും അങ്ങനെ കണ്ടിട്ടില്ല. ഇനി നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ആദം അവ്വയെയും പറ്റി വിമർശിച്ചതുകൊണ്ട് ഈ സൃഷ്ടിപ്പിനെ പറ്റി ഇദ്ദേഹത്തിനൊരു ബോധ്യം അല്ലെങ്കിൽ കൃത്യമായിട്ട് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിഷ്കളങ്കമായ ഒരു ചോദ്യമായിരിക്കാം, അല്ലെങ്കിൽ അറിയാതെ പറഞ്ഞതായിരിക്കും. എന്തും ആയിക്കോട്ടെ, എന്തായാലും ഇത് വിവരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യത ആയതുകൊണ്ട് തന്നെ ഞാൻ പറയാം. ഇതിനു മുമ്പ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോക്ക് മറുപടി കൊടുത്തിരുന്നു, ഇതേ ടൈറ്റിലിൽ തന്നെ. അത് പാർട്ട് 1 ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു നോളജ് നിങ്ങൾക്ക് മനസ്സിലാകും. മായാവാദങ്ങളും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹം, ഏലിയൻസ് സൃഷ്ടിച്ച ആ വാദങ്ങളൊക്കെയാണ് ഇദ്ദേഹത്തിനുള്ളത്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഇദ്ദേഹം ഉന്നയിച്ച ഈ ഒരു കഥ ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മാത്രമേ അറിയുകയുള്ളൂ. എന്തായാലും ഖുർആനിൽ ഇതേപ്പറ്റി എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. സൂറ അൽ ബക്കറയിൽ, അതായത് 2-ാം അധ്യായത്തിലെ ബക്കറ സൂറത്തിലെ
30 മുതലുള്ള വചനങ്ങളാണ് നമുക്ക് പരിശോധിക്കാൻ കഴിയുക ഈ ഒരു കാര്യത്തെപ്പറ്റി. അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റിയും അവരെ പിന്നീട് എന്താണ് ചെയ്തതെന്നും എന്നൊക്കെ കൃത്യമായിട്ട് ബക്കറയിൽ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുമ്പായിട്ട് ഞാനൊരു 2 വചനങ്ങൾ മുമ്പോട്ട് പോവുകയാണ്, ബാക്കോട്ട്. അതായത് 28 മുതൽ ഞാനൊന്ന് വായിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹുവെ നിഷേധിക്കാൻ കഴിയുക? നിങ്ങൾ നിർജീവ വസ്തുക്കളായിരുന്ന അവസ്ഥയ്ക്ക് ശേഷം അവൻ നിങ്ങൾക്ക് ജീവൻ നൽകി. പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവങ്കിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു വിളിക്കപ്പെടുകയും ചെയ്യും. അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചു തന്നത്. പുറമെ 7 ആകാശങ്ങളായി ക്രമീകരിച്ചുകൊണ്ട് ഉപരിലോകത്തെ സംവിധാനിച്ചതും അവൻ തന്നെയാണ്. അവൻ എല്ലാ കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു. ഇതാണ് ആ 2 വചനം. അതിനെക്കുറിച്ച് ഞാൻ ചെറിയ രീതിയിൽ പറയാം. അതായത് ദൈവനിഷേധത്തിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെന്നെത്താൻ കഴിയുക എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. അതായത് നമ്മൾ നിർജീവമായ ഒരവസ്ഥ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾക്ക് ജീവനില്ലാത്തൊരവസ്ഥ കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നീട് നമുക്ക് ജീവൻ നൽകി. അങ്ങനെ നമ്മുടെ ഈ ജീവിതം ഇവിടെ വെച്ച് അവസാനിക്കുകയും പിന്നീടും, അതായത് വീണ്ടും ഒരു ജീവിതം അത് അവൻ നമുക്ക് തരികയും അത് പരലോകത്ത് വെച്ചാണ്. അതാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പിന്നീട് അടുത്തത് പറയുന്ന വചനം, അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചു തന്നതും പുറമെ ആകാശത്തുള്ളതും എല്ലാം സൃഷ്ടിച്ചു തന്നത് അവനാണ് എന്ന് കൃത്യമായിട്ട് ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്തതായിട്ട് മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റിയിട്ട്, തുടക്കത്തെ പറ്റി, അതായത് ആദം ഹവ്വ എന്നുള്ള ആ സൃഷ്ടികളെപ്പറ്റി, മനുഷ്യ സൃഷ്ടിയെപ്പറ്റി പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ ഈ ഭൂമുഖത്തേക്ക് വരും മുമ്പായിട്ട് തന്നെ ഇവിടെ ഒരുപാട് ജീവികളും അതേപോലെ സസ്യങ്ങളും എല്ലാം ഉണ്ട് എന്നുള്ളത് ഈ വചനത്തിൽ നിന്ന് കൃത്യമായി വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത വചനങ്ങളിലേക്ക് നമുക്ക് പോകാം. قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. ഞാനിതാ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുകയാണ് എന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. അവർ പറഞ്ഞു, അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ നീ നിയോഗിക്കുന്നത്? ഞങ്ങളാകട്ടെ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നവരല്ലോ. അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് എനിക്കറിയാം. وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. അല്ലാഹു ആദമിന് നാമങ്ങളെല്ലാം പഠിപ്പിച്ചു. പിന്നീട് ആ പേരിട്ടവയെ അവൻ മലക്കുകൾക്ക് കാണിച്ചു. എന്നിട്ടവൻ ആജ്ഞാപിച്ചു, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഇവയുടെ നാമങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അവർ പറഞ്ഞു, നിനക്ക് സ്തോത്രം, നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത യാതൊരു അറിവും ഞങ്ങൾക്കില്ല. നീ തന്നെയാണ് സർവജ്ഞനും അഗാധജ്ഞാനിയും. قال يا آدم أنبئهم بأسمائهم فلما
السماوات والأرض إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. അനന്തരം അല്ലാഹു പറഞ്ഞു, ആദമേ, ഇവർക്ക് അവയുടെ നാമങ്ങൾ പറഞ്ഞു കൊടുക്കൂ. അങ്ങനെ ആദം അവർക്ക് ആ നാമങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അല്ലാഹു പറഞ്ഞു, ആകാശഭൂമികളിലെ അദൃശ്യ കാര്യങ്ങളും നിങ്ങൾ വെളിപ്പെടുത്തുന്നതും ഒളിച്ചുവെക്കുന്നതുമെല്ലാം എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ. ആദമിനെ നിങ്ങൾ പ്രണമിക്കുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. അവർ പ്രണമിച്ചു, ഇബ്ലീസ് ഒഴികെ. അവൻ വിസമ്മതം പ്രകടിപ്പിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. അവൻ സത്യനിഷേധികളിൽ പെട്ടവനായിരിക്കുന്നു. وَقُلْنَا يَا آدَمُ اسْكُنْ أَنْتَ وَزَوْجُكَ الْجَنَّةَ وَكُلَا مِنْهَا رَغَدًا حَيْثُ شِئْتُمَا وَلَا تَقْرَبَا هَذِهِ الشَّجَرَةَ فَتَكُونَا مِنَ الظَّالِمِينَ. ആദമേ, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിക്കുകയും അതിൽ നിങ്ങൾ ഇച്ഛിക്കുന്നിടത്ത് നിന്ന് സുഭിക്ഷമായി ഇരുവരും ഭക്ഷിച്ചുകൊള്ളുകയും ചെയ്യുക. എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത്, എങ്കിൽ നിങ്ങൾ ഇരുവരും അതിക്രമകാരികളായിത്തീരും എന്നു നാം ആജ്ഞാപിച്ചു. فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. എന്നാൽ പിശാച് അവരെ അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചു. അവർ ഇരുവരും അനുഭവിച്ചിരുന്നതിൽ നിന്ന് അവരെ പുറംതള്ളുകയും ചെയ്തു. നാം അവരോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോകൂ, നിങ്ങളിൽ ചിലർക്ക് ശത്രുക്കളാകുന്നു. നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു നിശ്ചിത കാലം വരേക്കും വാസസ്ഥലവും ജീവിത വിഭവങ്ങളും ഉണ്ടായിരിക്കും. فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. അനന്തരം ആദം തന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു. ആ വചനങ്ങൾ മുഖേന പശ്ചാത്തപിച്ച ആദമിന് അല്ലാഹു പാപമോചനം നൽകി. അവൻ പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമത്രേ. يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. നാം പറഞ്ഞു, നിങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുക. എന്നിട്ട് എന്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ എന്റെ ആ മാർഗദർശനം പിൻപറ്റുന്നവരാരോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون. അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളുകയും ചെയ്തവരാരോ അവരായിരിക്കും നരകാവകാശികൾ, അവരതിൽ നിത്യവാസികളായിരിക്കും. അപ്പോൾ ഇതിൽ ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. കാരണം ഇദ്ദേഹം പറഞ്ഞ ഈ വിഘടവാദങ്ങളൊന്നും ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇങ്ങനത്തെ വാദങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. മനുഷ്യനായി തന്നെ എല്ലാ രീതിയിൽ തന്നെ അവനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് പിന്നീട് അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഭൂമിയിലേക്ക് വേണ്ടി സൃഷ്ടിച്ച മനുഷ്യനെ കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് അവൻ്റെ ഒരു തോട്ടത്തിലേക്ക് ആക്കുകയും, തോട്ടം എന്നുള്ളതിന് ജന്നാത്ത് എന്നാണ് അവിടെ
ജന്നാത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗമെന്നും അതേപോലെ തോട്ടത്തിനും ഒക്കെ ഖുർആൻ ഉപയോഗിച്ച പദമാണ്. അപ്പോൾ അങ്ങനെ ആ തോട്ടത്തിൽ നിന്നും അവരെ ആ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ പഴം ഭക്ഷിക്കുകയും അങ്ങനെ അവരെ കുറച്ചു കാലം കൂടി നിൽക്കേണ്ട അവരെ അപ്പോൾ തന്നെ ആ നിഷേധം കൊണ്ട്, അതായത് ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പ്രവർത്തിക്കുന്നവർക്കുള്ള ശിക്ഷ എന്നുള്ള രീതിയിലാണ് അവിടെ നിന്നും പെട്ടെന്ന് തന്നെ അവരെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തത്. അത് ഈ വചനങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇനി എന്തെങ്കിലും വിഷയം ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. ഇനി അടുത്ത അദ്ദേഹത്തിൻ്റെ പ്രശ്നം ബിഗ് ബാങ്കുമായിട്ടുള്ളതാണ്. തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു ഒരു ബിഗ് ബാങ്കിൽ വിശ്വസിക്കാത്തവർ എന്നാണ്. ഇനി അദ്ദേഹത്തിൻ്റെ അടുത്ത വാദം നമുക്ക് കേൾക്കാം, എന്നിട്ട് മറുപടിയിലേക്ക് കടക്കാം. പ്രകാരമാണ് ഭൂമി ഉണ്ടായത് എങ്കിൽ ദൈവം അനുഗ്രഹിച്ചത് എങ്ങനെയായിരിക്കും എന്നറിയാം. സൂര്യനിൽ നിന്നും ഒരു തുള്ളി തെറിക്കട്ടെ, ആ തുള്ളി തണുത്തുറഞ്ഞ് ഭൂമി പോലാവട്ടെ, ആ ഭൂമിയിൽ വെള്ളം ഉണ്ടാവട്ടെ, അതുവഴി ചെടികൾ ഉണ്ടാവട്ടെ, ചെടികളും സൂര്യപ്രകാശവും തമ്മിൽ ഫോട്ടോസിന്തസിസ് നടന്നിട്ട് ചുറ്റുമുള്ള കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓക്സിജൻ ഉണ്ടാവട്ടെ, അതുവഴി വെള്ളത്തിനുള്ളിൽ മത്സ്യങ്ങൾ ഉണ്ടാവട്ടെ, മത്സ്യങ്ങളിൽ നിന്നും ഉരകങ്ങൾ ഉണ്ടാവട്ടെ, ഉരകങ്ങളിൽ നിന്നും മറ്റുള്ള മാമൽസ് പോലുള്ള ജീവികൾ ഉണ്ടാവട്ടെ, ആ ജീവികളിൽ നിന്നും എയ്പ്സ് ഉണ്ടാവട്ടെ, എയ്പ്സിൽ നിന്നും ഹോമോസാപ്പിയൻ ഉണ്ടാവട്ടെ എന്ന് ദൈവം അനുഗ്രഹിക്കണമായിരുന്നു. ഇത്രയും വലിയൊരു പ്രോസസ്സ് ഒരൊറ്റ ക്ലിക്കിലൂടെ ദൈവം നടത്തിയെങ്കിൽ അതിൽ വിശ്വസിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയിൽ പ്രപഞ്ച സൃഷ്ടിപ്പിനെ പറ്റി ദൈവം ഇങ്ങനെ ആയിരിക്കാം സൃഷ്ടിച്ചത് എന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു രീതി പറയുകയാണ്. അത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത്, അങ്ങനെ വിശ്വസിക്കാൻ. എനിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു രീതിയിലാണെങ്കിൽ എനിക്കും ഇഷ്ടമല്ല എന്ന് തന്നെ എനിക്കും പറയാൻ കഴിയും. കാരണം അതൊരു ശാസ്ത്രത്തിന് എതിരായിട്ടുള്ളൊരു രീതിയാണത്, ഇദ്ദേഹം പറഞ്ഞത് തന്നെ. ഇനി ഖുർആൻ ഇതിനെപ്പറ്റി എന്ത് പറയുന്നു എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ബിഗ് ബാങ് എന്നുള്ള തിയറി എന്നു മുതലാണ് വന്നത് എന്നൊന്ന് പരിശോധിക്കാം. അതായത് ഈ 20-ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഈ ന്യൂട്ടനും അതേപോലെ ഐൻസ്റ്റീനും ഗലീലിയോ ഒക്കെ വിചാരിച്ചിരുന്നത് പ്രപഞ്ചം ഒരു സ്റ്റാറ്റിക് ആയിരുന്നു എന്നാണ്. അതായത് എന്നെന്നും ഒരേപോലെ നിലനിന്നിരുന്ന ഒരു നിലനിൽപ്പ്, അതായത് എല്ലാ കാലവും ഒരേപോലെ ആയിരുന്നു എന്നുള്ള ഒരു തിയറി ആയിരുന്നു അവരുടെയൊക്കെ വിശ്വാസം. പക്ഷേ അതിൽ നിന്നും വിപരീതമായിക്കൊണ്ടാണ് എഡ്വിൻ ബി ഹബിൾ എന്ന ശാസ്ത്രജ്ഞൻ 1929 സമയത്ത് അദ്ദേഹം തൻ്റെ ടെലസ്കോപ്പിലൂടെ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുകയും അങ്ങനെ ഇത് സ്റ്റാറ്റിക് അല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും പിന്നീട് അതിനെക്കുറിച്ചുള്ള കൂടുതലുള്ള പഠനങ്ങൾ നടക്കുകയും അങ്ങനെ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും അപ്പോൾ ഇതിനൊരു തുടക്കമുണ്ടാകും എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് അദ്ദേഹം എത്തിപ്പെടുകയും അങ്ങനെ അതിനെ തുടർന്നുള്ള പഠനങ്ങളിലൂടെയാണ് ബിഗ് ബാങ് എന്ന തിയറി തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പ്രപഞ്ചം എന്നുള്ളത് ആദ്യം ഒരു നെബുല പോലെയുള്ള വളരെ ചുരുങ്ങി കിടക്കുന്ന ഒരു സംഭവമായിരുന്നു എന്നും അതിനു മുമ്പ് ഏകദേശം 13.8 അതായത് 1380 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഫോടനത്തിലൂടെ അല്ലെങ്കിൽ എല്ലാം ഒന്നായിരുന്നുവെന്നും പിന്നീടത് ഒരു സ്ഫോടനത്തിലൂടെ പലതായിട്ട് ചിന്നിച്ചിതറുകയും അങ്ങനെയാണ് ഈ പ്രപഞ്ചം തന്നെ ഉണ്ടാകുന്നതെന്നും അതായത് ടൈം ആ സമയത്താണ് ടൈം ഉണ്ടാകുന്നത്, പിന്നീട് സ്പേസ് കോണ്ടിന്യൂം ഇങ്ങനെയാണ്. അതായത് ടൈം സ്പേസ് കോണ്ടിന്യൂം ഉണ്ടാകുന്നത് തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ഈ വികാസത്തിലൂടെയാണ് അല്ലെങ്കിൽ ആ ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഈ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ന് വരെയുള്ള കണ്ടെത്തൽ അതിലേക്കാണ് നയിക്കുന്നത് നമ്മളെ. ഇതാണ് യഥാർത്ഥമായ ബിഗ് ബാങ് തിയറി എന്ന് പറയുക. ഇനി നമുക്ക് ഖുർആനിലേക്ക് ഒന്ന് കടക്കാം. ഇതിനെപ്പറ്റി ഖുർആനിന് എന്താണ് പറയാനുള്ളത്, പ്രപഞ്ച സൃഷ്ടിപ്പിനെ പറ്റി ഖുർആനിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം.
والأرض في 6 أيام وكان عرشه على الماء ليبلوكم أيكم أحسن عملا ولئن قلت إنكم مبعوثون من بعد الموت ليقولن الذين كفروا إن هذا إلا سحر مبين. 6 ദിവസങ്ങളിലായി അഥവാ ഘട്ടങ്ങളിലായി ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് അവനത്രേ. അവന്റെ അർശ് അഥവാ സിംഹാസനം വെള്ളത്തിന്മേലായിരുന്നു. നിങ്ങളിൽ ആരാണ് കർമ്മം കൊണ്ട് ഏറ്റവും നല്ലവൻ എന്നറിയുന്നതിന് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയത്രേ അത്. അപ്പോൾ ഖുറാനിലെ ഈ വചനങ്ങൾ അനുസരിച്ച് 6 ഘട്ടങ്ങളിലായിക്കൊണ്ടാണ് ആകാശങ്ങളും, അതായത് ഈ പറയുന്ന ആകാശം എന്നുള്ള വാക്കിന് ഖുറാൻ പല സ്ഥലത്തും ഉപയോഗിച്ച് ശൂന്യാകാശം, അതേപോലെ തന്നെ ആകാശം എന്നുള്ളതിനൊക്കെ ആകാശം തന്നെ സമാ എന്നുള്ള പദം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന നമ്മളെ പ്രപഞ്ചം അതിനെ 6 ഘട്ടങ്ങളിലായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഘട്ടങ്ങളിലാണ് നമുക്കിപ്പോൾ ബിഗ് ബാങ് തിയറി നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ അടിക്ക് ഉണ്ടായതല്ല. ഈ പൊട്ടിത്തെറിക്ക് ശേഷം ഒരുപാട് കാലങ്ങൾ കൊണ്ടാണ്, ഘട്ടങ്ങളായിക്കൊണ്ടാണ് ഈ ഒരു പരിണാമം സംഭവിച്ച് ഈ നമ്മുടെ ഭൂമി ഉൾപ്പെടെ ഈ ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കൃത്യമായിട്ട് ഖുർആൻ ഇതിനെ സൂചിപ്പിക്കുന്നു. ഇനി അടുത്ത വചനം നമുക്കൊന്ന് നോക്കാം. 21-ാം അധ്യായം സൂറ അംബിയായിൽ ആകാശവും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നുവെന്നും എന്നിട്ട് നാം അവയെ വേർപെടുത്തുകയാണ് ഉണ്ടായത് എന്നും സത്യനിഷേധികൾ കണ്ടില്ലേ എന്നുള്ള ആ ഒരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ നിന്നും എല്ലാ ജീവവസ്തുക്കളെയും നാം ഉണ്ടാക്കുകയും ചെയ്തു എന്ന് പറയുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. ഇത് നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അപ്പോൾ സൂറ അംബിയായിലെ 30-ാമത്തെ വചനത്തിൽ ഖുറാനിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഈ കാണുന്ന ഭൂമിയും അതേപോലെ തന്നെ ഈ പ്രപഞ്ചം ഉൾപ്പെടുന്ന നെബുലകളും അതേപോലെ നക്ഷത്രങ്ങളും എല്ലാം ഒന്നായിരുന്നുവെന്നും പിന്നീട് ഈ പൊട്ടിത്തെറിയിലൂടെയാണ്, ഇതുപോലെ ഈ വികാസത്തിലൂടെയാണ് ഈ കാണുന്ന ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളും സൂര്യനും ഒക്കെ ഉണ്ടായത് എന്ന് കൃത്യമായിട്ട് ഖുർആൻ ഇവിടെ വിശദീകരിക്കുകയാണ്. ഇനി പ്രപഞ്ച വികാസത്തെക്കുറിച്ച് തന്നെ ഖുർആൻ ഒരു വചനം സൂറ ദാരിയാത്തിലെ 47-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു. അതൊന്ന് നമുക്ക് കാണാം. തീർച്ചയായും ആകാശമാവട്ടെ നാം അതിനെ ശക്തി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, തീർച്ചയായും നാം വികസിപ്പിച്ചിരിക്കുന്നവൻ തന്നെയാകുന്നു. ഇവിടെ കൃത്യമായിട്ട് അള്ളാഹു പറയുകയാണ്, ആകാശത്തെ, അതായത് ഈ പ്രപഞ്ചത്തെ നാം നമ്മുടെ ശക്തി കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു, എന്നിട്ട് നാം അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഇന്നും വികസിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ പറ്റി, ഒരറ്റമില്ലാതെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചം എന്ന് നമുക്ക് ഇന്നത്തെ ഈ ബിഗ് ബാങ് തിയറിയിലൂടെ വിശദമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഖുർആൻ പറയുന്ന ഈ കാര്യങ്ങൾ ശാസ്ത്രവുമായിട്ട് വളരെയേറെ എന്ന് പറഞ്ഞാൽ ഇത്രയും തുല്യമായിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിനു മുമ്പ്, അതായത് 20-ാം നൂറ്റാണ്ട് മുമ്പ് ആളുകൾ വിശ്വസിച്ചിരുന്ന സ്റ്റാറ്റിക് തിയറി അല്ല ഖുർആൻ എവിടെയും പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ പറഞ്ഞിട്ടുള്ളത് നാം 6 ഘട്ടങ്ങളിലായിട്ടാണ് ഭൂമിയെയും അതേപോലെ ആകാശങ്ങളെയും എല്ലാം സൃഷ്ടിച്ചത് എന്നും, അതേപോലെ തന്നെ ഭൂമിയെ നാം ഈ പ്രപഞ്ചത്തെ നാം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും കൃത്യമായിട്ട് ഖുർആൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ തിയറിയും ഖുർആനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കാര്യങ്ങൾ
നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ ബേപ്പൂർ സുൽത്താൻ ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും ഈ കാര്യത്തെപ്പറ്റി എന്താണ് പറയുന്നത് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കുക. എന്നിട്ട് നിഷ്പക്ഷമായിക്കൊണ്ട് നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ മാറ്റിവെച്ചിട്ട് ഞാൻ ഈ പറയുന്നത് തെളിവുകൾ നയിക്കട്ടെ. അപ്പോൾ ഈ തെളിവുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് അദ്ദേഹത്തിൻ്റെ വാദത്തിലേക്ക് നമുക്കൊന്ന് പോകാം. വീഡിയോയുടെ എന്താ പറയുക, ഡിസ്റ്റൻസ് കൂടുന്നുണ്ട് എന്നെനിക്കറിയാം. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കാതെ നിർത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വിമർശനത്തിലേക്ക് പോകാം. ത്തിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ദൈവമാണ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യനൊഴികെ മറ്റ് ചരാചരങ്ങൾക്കൊന്നും ദൈവത്തെ പരിചയമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മനുഷ്യനൊഴികെ മറ്റുള്ള ജീവികളൊന്നും ഒരു വീഴ്ചയിൽ ദൈവമേ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ മിനിമം ഒന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ അവർക്കൊന്നും ദൈവത്തെ പരിചയമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈവൻ നമുക്ക് പോലും ദൈവത്തെ അത്ര പരിചയമില്ല. കാരണം നമ്മളിപ്പോ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ അവിടെ ദൈവത്തിന് ഒരു പ്രസക്തിയില്ല. നമുക്ക് ദാരിദ്ര്യവും വിഷമവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ദൈവത്തെ വിളിച്ച് കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ചില സ്ഥലങ്ങളിൽ മാത്രമേ ദൈവത്തിന് തന്നെ പ്രസക്തിയുള്ളൂ എന്നാണ് അർത്ഥം. നിങ്ങളൊരു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത കണ്ടുപിടുത്തം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഏതെങ്കിലും ഒരു ജന്തു എന്തും ആവട്ടെ, ഇപ്പോൾ ഉദാഹരണത്തിനൊരു പൂച്ച ഒരു നല്ല ഹൈറ്റുള്ള ഒരു മരത്തിൻ്റെ മുകളിൽ നിന്നും വീണു എന്ന് കരുതട്ടെ. എന്നാൽ പൂച്ച ഒരിക്കലും എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കൂ എന്നോ അല്ലെങ്കിൽ ദൈവമേ എന്ന് വിളിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത വാദം. ഇതുപോലെയുള്ള വികടവാദങ്ങളാണ് ഇദ്ദേഹത്തിനുള്ളത്. നമുക്കറിയാം, പൂച്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജന്തു, മനുഷ്യനൊഴികെയുള്ള ഒരു ജന്തുവും സ്വന്തമായിട്ട് സംസാരിക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവരുടെ ഭാഷ ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്കറിയുകയില്ല. പക്ഷെ അവർ ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാ ജീവികളും അവർക്ക് വേണ്ട രീതിയിലുള്ള ആശയവിനിമയങ്ങൾ അവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. ഇനി എന്താണ് ഈ ഒരു കാര്യത്തെപ്പറ്റി ഖുർആന് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ സൂറത്ത് ഹജ്ജിലെ ഒരു വചനം നമുക്ക് വായിക്കാം. ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും വൃക്ഷങ്ങളും ജന്തുക്കളും മനുഷ്യരിൽ കുറേ പേരും അള്ളാഹുവിന് പ്രണാമം അർപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നീ കണ്ടില്ലേ? വേറെ കുറേ പേരുടെ കാര്യത്തിൽ ശിക്ഷ സ്ഥിരപ്പെടുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു വല്ലവനെയും അപമാനിക്കുന്ന പക്ഷം അവനെ ബഹുമാനിക്കാൻ ആരും തന്നെയില്ല. From the tiniest particles ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, to the largest galaxies, ഈ പറഞ്ഞ to the very existence of space, time and life. But how did it all begin? അള്ളാഹുവിന് പ്രണാമം അല്ലെങ്കിൽ അവനെ The origin of the universe is the origin of everything. Multiple scientific theories plus creation myths from around the world have tried to explain its mysterious genesis. However, the most widely accepted explanation is the Big Bang Theory. The Big Bang Theory states that the universe began as a hot and infinitely dense point. Only a few millimeters wide, it was similar to a supercharged black hole. About 13.7 billion years ago, this tiny singularity violently exploded. And it is from this explosion, this bang, that all matter, energy, space, and time were created. What happened next were two major stages of the universe's evolution. Called the radiation and matter eras, they're defined by key events that helped shape the universe. First came the radiation era, named for the dominance of radiation right after the Big Bang. This era is made of smaller stages called epochs that occurred within the universe's first tens of thousands of years.
അവരുടെ The പ്രാർത്ഥനയുടെ earliest ഭാഷ, is the Planck epic. ഇതൊന്നും നമുക്ക് No അറിയില്ല matter existed in എന്നുള്ളതാണ്. the universe at this time, ഇതിന്റെ ഒരു only യഥാർത്ഥം. energy and അത് the ഏതൊരു ancestor to the മനുഷ്യനും four forces of മനസ്സിലാക്കാൻ nature, കഴിയുന്ന the ഒരു ലോജിക്കാണ്. superforce. കാരണം At the end of this stage, നമ്മൾ, however, a key event occurred in എല്ലാ which ജീവികളും gravity എടുത്തു split കഴിഞ്ഞാലും away അവരുടെ from the ഭാഷ superforce. നമുക്ക് ഇതുവരെ എന്താണ് Next എന്ന് came the Grand മനസ്സിലാക്കാൻ Unification കഴിയില്ല. അവരുടെ epic, ചില named for the three ശ്രേഷ്ഠതകൾ remaining കൊണ്ട് unified forces of മനസ്സിലാക്കാൻ nature. കഴിയുമെങ്കിൽ പോലും This അവരുടെ epic ended ഭാഷ when one of those എന്താണെന്ന് forces, മനസ്സിലാക്കാൻ called കഴിഞ്ഞിട്ടില്ല. strong ഇപ്പോൾ or strong ഉറുമ്പുകളുടെ nuclear, broke away. കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ അടുത്താണ് Then, the കണ്ടുപിടിച്ചത്. inflationary epic അവരും began, communication during which the ചെയ്യുന്നുണ്ട് universe എന്നുള്ളതാണ്. rapidly അപ്പോൾ expanded. ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ Almost തന്നെ instantly, കൃത്യമാണ് it grew എന്നുള്ളതാണ്. from the size of an ഇനി atom മനുഷ്യന്റെ to the കാര്യമാണ് size of a അദ്ദേഹത്തിന്റെ grapefruit. അടുത്ത പ്രശ്നം. കാരണം The universe at this മനുഷ്യർ time ചില was piping ആളുകൾ hot, and it ചില churned with ആവശ്യങ്ങൾ electrons, വരുമ്പോൾ quarks, and മാത്രമാണ് other particles. അവർ ദൈവത്തെ Then ഓർക്കുന്നത് came the എന്നുള്ളതാണ്. electroweak epic, അത് when the സത്യമാണ്. last two പല forces, ആളുകളും electromagnetic ആ and രീതിയിലാണ് weak, നമുക്ക് കാണാൻ finally കഴിയുന്നത്. split പക്ഷേ off. ഖുർആൻ പറയുന്നത് എന്താണെന്ന് During the വെച്ചാൽ next stage, the quark epic, all of the universe's ingredients were present. മനുഷ്യരോട് However, the കൃത്യമായിട്ട് universe was still too നമസ്കാരം hot and dense for മുറപ്രകാരം subatomic particles നിർവഹിക്കാൻ to form. ഖുർആൻ കൃത്യമായിട്ട് Then, തന്നെ in the സൂറ Hadron ബഖറയിൽ epic, അങ്ങനെ ഒരുപാട് the universe cooled down enough for ആയത്തുകളിലായി quarks to bind ഖുർആനിലെ together പല and form അധ്യായങ്ങളിലും protons പറയുന്നു. and neutrons. അതുകൊണ്ടാണ് മുസ്ലിം സമുദായം In the lepton and nuclear 5 epics, വക്ത് the നമസ്കാരം radiation era's last two നിർബന്ധമായിട്ടുള്ള stages, 5 വക്ത് the നമസ്കാരം protons and neutrons കൃത്യമായിട്ട് underwent a നിർവഹിക്കണമെന്ന് significant പറയുന്നു. അതായത് change. സുബഹി They fused and created പ്രഭാതത്തിൽ nuclei. And in ഒരു doing so, നമസ്കാരം. അത് they കഴിഞ്ഞാൽ created the ഉച്ച first സമയത്ത് ഒരു chemical നമസ്കാരം. element in പിന്നെ the universe, വൈകിട്ട് ഒരു നമസ്കാരം. helium. പിന്നെ സന്ധ്യാസമയം ഒരു നമസ്കാരം. പിന്നെ The universe's ഉറങ്ങാൻ new നേരത്തുള്ള ability to ഇശായുടെ form ആ elements, നമസ്കാരം. the building ഇത് blocks of കൃത്യമായിട്ട് matter, നിർവഹിക്കുക cued the എന്നുള്ളത് matter era. മുസ്ലിം സമുദായത്തിന് Much as the name നിർബന്ധമായ ഒരു suggests, കാര്യമാണ്. the മറ്റു matter era മതക്കാർക്ക് is ഇത് defined by the നിർബന്ധമായിട്ട് presence and കാണാൻ predominance of കഴിയുന്നില്ല. matter അപ്പോൾ in the ദൈവസ്മരണ universe. നമുക്ക് It ഉള്ളിൽ features ഉണ്ടായി 3 കഴിഞ്ഞാൽ epics തന്നെ that span billions of ഒരുപാട് years, the vast majority of the കാര്യങ്ങൾ universe's lifespan, നമുക്ക് and includes the present ആർജിച്ചെടുക്കാൻ day. കഴിയും എന്നുള്ളതാണ്. The first കാരണം was the ഒരുപാട് atomic തിന്മയിൽ epic. നിന്നും In അത് this stage, നമസ്കാരം the അവനെ universe's തടയുകയും temperature ചെയ്യും. cooled കാരണം down enough ദൈവസ്മരണ for ഉണ്ടായി electrons to കഴിഞ്ഞാൽ അവനെ attach to എപ്പോഴും nuclei for the first time. വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം Called അവനെ എപ്പോഴും recombination, this കണ്ടുകൊണ്ടിരിക്കുന്നു process helped എന്നുള്ള create the ആ ഒരു universe's second element, ഓർമ്മ അവന് hydrogen. ഉണ്ടായി കഴിഞ്ഞാൽ This hydrogen, കൃത്യമായിട്ട് along with അവൻ helium atoms, dotted the universe with atomic ധാർമ്മികതയോടുകൂടി clouds. ജീവിക്കും എന്നുള്ളത് Within the കൃത്യമായിട്ട് നമുക്ക് clouds, മനസ്സിലാകാൻ കഴിയും. small pockets കാരണം of ഖുർആനിൽ gas may തന്നെ have had enough gravity to ഞാൻ cause ആദ്യം atoms തന്നെ to പറഞ്ഞ collect. These ആദമിനെയും clusters of ഹവ്വായെയും atoms, formed അല്ലാഹു during the ഭൂമിയിലേക്ക് galactic അയക്കുന്ന epic, സന്ദർഭത്തിൽ became the അല്ലാഹു seedlings of പറയുന്ന galaxies. ഒരു വചനമുണ്ട് Nestled 39-ാമത്തെ inside those വചനം. നിങ്ങളെല്ലാവരും galaxies, ഇവരിൽ നിന്ന് stars began to ഇറങ്ങിപ്പോകുക. form. And in doing എന്നിട്ട് so, നമ്മൾ they cued the എൻ്റെ കയ്യിൽ latest and നിന്നുള്ള current stage of the universe's development, മാർഗദർശനം നിങ്ങൾക്ക് the stellar വന്നെത്തിയാൽ epic. അത് അനുസരിച്ച് ജീവിക്കുന്നവർ അവർ രക്ഷ പ്രാപിക്കും The എന്ന് formation of കൃത്യമായിട്ട് stars പറയുന്നു. then caused a അതുകൊണ്ട് തന്നെ tremendous ripple effect ഒരുപാട് and helped shape the പ്രവാചകന്മാർ universe ഈ as we know ഭൂമിയിലേക്ക് it. കടന്നു വന്നിട്ടുണ്ട്. Heat within the stars പ്രവാചകന്മാർ caused the conversion of നമുക്ക് helium and hydrogen into ദൈവത്തെക്കുറിച്ചും almost all അതുപോലെ the അവനെ remaining elements in ആരാധിക്കുന്ന the universe. രീതിയെക്കുറിച്ചും കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. In അതിന്റെ turn, അവസാന those elements became the building blocks for planets, moons, അദ്ദേഹമാണ് നമുക്ക് life, ദൈവത്തെ പറ്റി everything we see കൃത്യമായിട്ട് today. പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി ദൈവത്തെക്കുറിച്ച് This കൃത്യമായിട്ട് ecosystem of പറയുന്ന ഒരു everything was only അധ്യായം possible തന്നെ because of the many stages in the അത് universe's ഇങ്ങനെയാണ്. development. സൂറ ഇഖ്ലാസ് 112-ാമത്തെ While countless questions about the origins of our universe remain, it's only a matter of time for some long-sought answers to emerge. അള്ളാഹു സമദാണ്. അള്ളാഹു സമദ് എന്ന് പറഞ്ഞാൽ അവൻ ആരെയും ആശ്രയിക്കുന്നില്ല, അവനെയാണ് എല്ലാവരും ആശ്രയിക്കുന്നുള്ളതും എന്നുള്ള ആലോചന. പിന്നെ അടുത്തത് ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടുമില്ല ജനിപ്പിച്ചിട്ടുമില്ല, അവനെ ആരും ജനിപ്പിച്ചതല്ല, അവൻ ജനിച്ചവനുമല്ല എന്നുള്ള വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ല എന്നുള്ളത്. അതായത് ദൈവത്തിന് തുല്യമായിട്ട് നമുക്കിവിടെ പ്രപഞ്ചത്തിൽ നമ്മൾ എന്ത് തന്നെ ഇവിടെ അവനെപ്പറ്റി വിചാരിച്ചാലും അത് അവനല്ല എന്നുള്ളത് കൃത്യമാണ്. കാരണം നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നല്ല ദൈവം എന്നുള്ളതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ പ്രപഞ്ചത്തെ മുഴുവനായി സൃഷ്ടിച്ച അവൻ എങ്ങനെയായിരിക്കുമെന്ന് കൃത്യമായിട്ട് ഒരാൾക്കും പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്നതൊന്നും ദൈവമല്ല എന്നുള്ളത് ഖുർആൻ്റെ മാത്രം ഒരു രീതിയല്ല. പല വേദങ്ങളിലും നമ്മൾ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും അവനെ
ഏതൊന്നിനെ നാം കണ്ണുകൊണ്ട് കാണുന്നുവോ അത് ദൈവമല്ല. അതുപോലെ തന്നെ ഏതൊന്നിനെ നാം കാതുകൊണ്ട് കേൾക്കുന്നുവോ അത് ദൈവമല്ല. അതുപോലെ തന്നെ ബൈബിളിൽ എടുത്തു നോക്കിയാലും ഇതേപോലെ തന്നെ കാണാവുന്നതാണ്. അവന് പ്രതിച്ഛായയില്ല, പ്രതിമയില്ല എന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് വേദങ്ങളിലും അതേപോലെ തന്നെ ബൈബിളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ സത്യം മനസ്സിലാക്കി ദൈവത്തിലേക്ക് അടുക്കാൻ ശ്രമിക്കുക, ദൈവത്തെ അറിയാൻ ശ്രമിക്കുക, ചിന്തിക്കുക, കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ വായിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചെങ്ങായിനോട് എനിക്ക് പറയാനുള്ളത്, ബേപ്പൂരിലെ സുൽത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബറായ താങ്കൾ കാര്യങ്ങൾ നിഷ്പക്ഷമായിക്കൊണ്ട് പഠിക്കുക. ആരെങ്കിലും പറഞ്ഞു കേട്ട കാര്യങ്ങളെല്ലാം അസത്യമാണ് എന്ന് താങ്കൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഞാൻ തെളിവുകൾ ഉന്നയിച്ചുകൊണ്ടാണ് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. താങ്കൾക്ക് ഞാനുമായി ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ ഞാനിവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ കഥകളൊക്കെ നമ്മൾക്ക് മാറ്റിവെക്കാം. സത്യസന്ധമായി കാര്യങ്ങൾ ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് സംസാരിക്കാം. അതുവെച്ച് ഒരു ഡിബേറ്റിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ റെഡിയാണ്. എൻ്റെ മൊബൈൽ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.